മഴചാരി പെയ്യുമ്പോൾ മഴവില്ലിൻ കുട ചൂടി നാം എങ്ങോ പോകുമ്പോൾ Vilma present Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni, KSFE and നമ്മുടെ രാമചന്ദ്രൻ. ഇരുന്നോളൂ. രുചിയുടെ കലവറ കിച്ചൺ മാജിക് ഇതാ തുറന്നു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച പനീർ ബട്ടർ മസാല എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മള് ഹോട്ടലിലൊക്കെ പോയി കഴിക്കില്ലേ, അതേ ഒരു ഫ്ലേവറും സ്മെല്ലും. പിന്നെ കിച്ചൺ മാജിക്കിൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ സുമ്മാവാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറെ നമ്മൾ ഒരു വിഭവം ഉണ്ടാക്കി തന്നു. നമുക്ക് സ്നേഹയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സമ്മാനം ഉണ്ടോ? എല്ലാവരുടെ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞു. ഇല്ല, ഞാൻ വിചാരിക്കണം എന്താ അറിയട്ടാ, കുക്ക് ചെയ്ത് ഇവരെ തോപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അല്ല, അതെനിക്ക് ഉറപ്പാണ്. അതായത് അത്രയും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. സംശയം ചേച്ചിക്ക് വേണ്ട, ഞങ്ങൾ രണ്ട് കൂട്ടിന് ഒരേ ടീമാണ് നമ്മൾ. മതി. അപ്പോ ഞാൻ വിചാരിക്കണം എന്താ വെച്ചാല്, എന്നെ തോപ്പിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചെയ്യണല്ലോ. അത് ഞാൻ ഇറക്കി വിടും. ഞാനൊരു ഓട്ടം തുള്ളൽ അങ്ങോട്ട് കളിക്കും. നീണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് സ്കൂളിൽ കളിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പറ്റില്ല. ഇതുപോലെ ഇത്രയും ടീച്ചർ പഠിപ്പിച്ചു, നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഇല്ല. കേട്ടിട്ടില്ല. വിഷ്ണു തുള്ളും, ഓടും. അതാണ് ഓട്ടം. അത് നമുക്ക് ഇത് കഴിയുമ്പോൾ ഓടിക്കോളും. അപ്പൊ ഞാനൊരു ഓട്ടം തുള്ളൽ നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പൊ എന്റെ ധൈര്യം എന്ന് പറയുന്നത് അനീഷേട്ടനാണ്. അതിനൊരു കാര്യമുണ്ട്. എന്താ വെച്ചാല്, കൈരളിയിൽ തന്നെ താരോത്സവം എന്ന് പറയുന്ന പരിപാടി നടക്കുന്ന സമയത്ത് എൻ്റെ ഓട്ടംതുള്ളൽ മാഷ് കലാമണ്ഡലം പ്രഭാകരൻ എന്ന് പറയുന്ന മാഷാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരാൾ ഇങ്ങനെ വന്നു, ഒരു താരം വന്നു. അന്ന് നമുക്ക് ഇവരൊക്കെ ഭയങ്കര വലിയ സെലിബ്രിറ്റീസ് അല്ലേ, കാണാൻ പറ്റുകയെന്ന് പറയുന്നത്. എന്തായിരുന്നു ആവശ്യം എന്ന് വെച്ചാൽ, കൈരളിയിൽ ഞങ്ങളൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ട് ഒരു ആക്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് മാഷ് ഞങ്ങളെ പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതായത് അനീഷേട്ടനും പഠിക്കണം, കൃത്യമായിട്ട് തന്നെ പഠിക്കണം. അപ്പം പല ഷോസിലും നമ്മൾ കണ്ടിട്ടുണ്ട്, കഥകളിയും ഓട്ടംതുള്ളലും ഒക്കെ വളരെ മോശമായ അവസ്ഥയിൽ അവതരിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. അതിന് ചേരാത്ത വേഷങ്ങൾ ധരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും പെയിൻ എടുത്ത് പഠിച്ച ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ എപ്പോഴും ഞാനും മാഷും ഈ TV ഷോസുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും അനീഷേൻ്റെ പേര് പറയും. കാര്യം എന്താ വെച്ചാൽ, അവിടെ വന്നു, അത് പഠിച്ചു, കൃത്യമായിട്ട് അതിൻ്റെ ചെലങ്ക പൂജയൊക്കെ ചെയ്ത് പെർഫോം ചെയ്തു. അതിലെനിക്ക് എപ്പോഴും അനീഷേട്ടൻ, സത്യത്തിൽ അനീഷേട്ടനുള്ള സ്നേഹം എനിക്ക് അതാണ്. തീർച്ചയായിട്ടും കൈരളിയോട് നന്ദി പറഞ്ഞ കാര്യമുണ്ട്. കാരണം ഞങ്ങൾ താരോത്സവം നമുക്കെല്ലാം 36 ആർട്ടിസ്റ്റുകളെ ചേർത്തുകൊണ്ട് മറ്റാരും ചെയ്യാതിരുന്നൊരു ഷോയാണത്. 36 താരങ്ങളെ ചേർത്ത് വെച്ചുള്ളൊരു ഷോ ആയിരുന്നു കേരളീയ നടത്തിയ താരോത്സവം. അതിൻ്റെ ഭാഗമായിട്ട് കവികൾക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവിയായ കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്രം എടുത്തിട്ട് ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത സംഭവമായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്പ്യാർ ആകെ ചെയ്തിട്ടുള്ളത് ശീതങ്കതുള്ളൽ മാത്രമാണ്. അപ്പോൾ അത് പഠിക്കാനായിട്ട് ആണ് ഞാൻ കലാമണ്ഡലം പ്രഭാകരൻ മാഷിൻ്റെ അരികിലേക്ക് എത്തുന്നത്.
വെച്ചാൽ നമുക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പം എനിക്ക് സംശയമാണ്. കാര്യം എന്ന് വെച്ചാൽ ഓട്ടംതുള്ളലും കഥകളിയൊക്കെ കാണുന്ന കുട്ടികൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മളെ സെലിബ്രിറ്റി ആയിട്ടൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കും. അപ്പോൾ വരുമ്പോൾ നമ്മൾ ഈ കോമഡിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു തമാശ പറയണേ എന്ന് പറയും. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പറയും എന്ത് പെയിൻ സഹിച്ചാലും കുഴപ്പമില്ല, ഓട്ടംതുള്ളലിൻ്റെ ഒരു ഭാഗം പറ്റിയാൽ ഞാൻ അവിടെ പോയിട്ട്, ഞാൻ ബഹ്റൈനിൽ വരെ ഇവിടുന്ന് വേഷമൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അവസരം കിട്ടുമ്പോൾ ഒരിക്കലും ഞാനത് ഒഴിവാക്കാറില്ല. അപ്പം തുള്ളലിന് പിന്നിൽ പാടേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അനീഷേട്ടൻ അന്ന് പഠിച്ച ഭാഗം തന്നെ നമുക്ക് ഇന്ന് ചെയ്യാൻ തോന്നുന്നു. അത് നമുക്ക് കുറച്ചുകൂടി ഈസി ഉണ്ട്. അല്ലെങ്കിൽ ഇനി ആദ്യം വേറെ കഥയൊക്കെ ആണെങ്കിൽ വരികളൊക്കെ പഠിക്കണം. അനീഷേട്ടൻ അന്ന് പഠിച്ച എന്തായാലും ഓർമ്മയുണ്ടാവും. എനിക്ക് ഉറപ്പാണ് മാഷടുത്ത് പഠിച്ചാൽ മറക്കില്ല അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ നമുക്ക് അനീഷേട്ടന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സൂപ്പർ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, മർക്കടാ നീ അങ്ങ് മാറിക്കിടാച്ചടാ, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, മർക്കടാ നീ അങ്ങ് മാറിക്കിടാച്ചടാ, ദുർഘട സ്ഥാനത്തു വന്നു ശയിപ്പാൻ, ദുർഘട സ്ഥാനത്തു വന്നു ശയിപ്പാൻ, നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി, ദുർഘട സ്ഥാനത്തു വന്നു ശയിപ്പാൻ, നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, ഈ നാട്ടിൽ പ്രഭുക്കളെ, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ, 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 ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത, ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത, ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത, ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത, കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ, ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത, കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ, ചാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ, ചാട്ടത്തിൽ നിന്ന് പിഴച്ചുപോയോ, നിന്റെ ചാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ, ചാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ, നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്തടോ, ചാട്ടത്തിൽ നിന്നു പിഴച്ചുപോയോ, നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്തടോ, പെട്ടെന്നെഴുന്നേറ്റു പോ, പെട്ടെന്നെഴുന്നേറ്റു പോ, പെട്ടെന്നെഴുന്നേറ്റു പോകായിലാപത്തു പെട്ടിടുമെന്നു ധരിക്ക നീ വാനര, പെട്ടെന്നെഴുന്നേറ്റ് പോകാകിലാപത്ത് വന്നിടുമെന്നു ധരിക്ക നീ വാനര. പ്രൊഫഷണലിസം ആ കാണുമ്പോ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓട്ടം തുള്ളൽ നേരിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞ ചാൻസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്നിട്ട് പോലും നമ്മള് അറിവില്ല, നേരിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ട് പോലും കറക്റ്റ് ആ ഒരു എല്ലാ രീതിയിലുള്ള ഒരു വിഷ്വലി അങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇതോടുകൂടി പറയണേ, എന്റെ അടുത്ത ഓട്ടംതുള്ളൽ പെർഫോമൻസ് ഞാൻ അറിയിക്കും. നാദര, വിഷ്ണു, അപ്സര മുമ്പിലത്തെ സീറ്റിൽ ഇല്ലെങ്കിൽ ശരിയാക്കും. അതുപോലെ അനീഷ് ചേട്ടനും ബാക്ക്ഗ്രൗണ്ടിൽ ദീപൻ എന്തായാലും വേണം, ദീപൻ വേണം. പണ്ട് പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പണ്ട് ഞാൻ ദീപന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഈ ഓട്ടം തുള്ളൽ അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോഴേ ആ മറ്റേ മർക്കട എന്നുള്ള സാധനങ്ങൾ എന്റെ മനഃപൂർവ്വമാണ്. അല്ല ശരിക്കും ഇത് പറയുമ്പോഴും നവീന്റെ മുഖത്ത് ഭാവങ്ങൾ കാണാം. അത് ക്യാമറ കിട്ടിയിട്ടുണ്ട്. അല്ല അതാ ഇത്ര കറക്റ്റ് ആയിട്ട് പറയുന്നു കണ്ടപ്പോൾ ഇവിടെ പറഞ്ഞതിന്റെ സന്തോഷമാണ്
നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, അതായത് ആക്ഷേപഹാസ്യം അതായത് മലയാളികളുടെ ആദ്യത്തെ ജനകീയ കവിയാണ് നമ്പ്യാർ എന്ന് പറയുന്നത്. സാധാരണക്കാർ, അത് ഭടജനങ്ങളുടെ നടുവിൽ നിന്നൊരു പടയണിക്കുക ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരും. സാധാരണക്കാരന് മനസ്സിലാക്കണമെങ്കിൽ സാധാരണക്കാരന്റെ ഭാഷയിൽ നമ്മൾ കവിതകൾ എഴുതണം, സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് കവിത എഴുതുന്നത് നമ്പ്യാരായിരുന്നു. അതുകൊണ്ടാണ് മലയാളത്തിൽ ആദ്യത്തെ ജനകീയ കവിയായിട്ട്. അപ്പൊ നമ്പ്യാരെ ഓർക്കുന്നു, നമ്മള് നമ്മുടെ മലയാള സംസ്കാരത്തെ ഓർക്കുന്നു. താങ്ക് യു സോ മച്ച് സ്നേഹ, ഒരുപാട് സന്തോഷം. ഗംഭീരമായിരുന്നു അല്ലേ? അതുപോലെ അനീഷേട്ടന്റെ പെർഫോമൻസ് നന്നായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നന്നായി എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഒരുപാട് നാളെ പാടിയിട്ട് പിന്നെ നന്നായി ചെയ്യുന്ന ഒരാളുടെ പക്കവേളം പാടുക എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനാണ്. എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വരില്ല എന്ന് പ്രാർത്ഥനയായിരുന്നു എനിക്ക്. കാരണം അങ്ങനെ സംഭവിക്കേണ്ടത്. എന്തായാലും സന്തോഷമായി. സ്നേഹയോടൊപ്പം പ്രഭാകരൻ മാഷ് ഒരിക്കൽ കൂടി ഓർക്കാൻ പറ്റി. അല്ല, അതില് ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ അമ്പലപ്പുഴ വഴി പോകുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും അവിടെ കയറി കാണുകയാണെങ്കിൽ ആ മിഴാവ് ഇപ്പോഴും ആ മിഴാവ് കണ്ട് ഇങ്ങനെ ഒരു കൾച്ചർ നമുക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഈ പെർഫോമൻസ് കാണുമ്പോൾ കല്യാണ സൗഗന്ധികത്തിൽ ഭീമൻ ഹനുമാനോട് പറഞ്ഞതും ആ പറഞ്ഞതിൻ്റെ ആ രീതിയും ആ ക്യാരക്ടർ അവതരിപ്പിച്ചതും അതിനെങ്ങനെ നമുക്ക് മുമ്പിലിരിക്കുന്ന ആളെ ഒരു തമാശ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇതാക്കാം എന്നുള്ള അത്രയ്ക്ക് ഗംഭീരമായിട്ട്. അല്ല, ഇത് പറയുമ്പോൾ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നതും ഒരു സോഷ്യൽ സെറ്റിയർ ഷോയിലൂടെയാണ് ഞാൻ ടെലിവിഷനിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെയും നമ്മളൊരു 18 വയസ്സ് തൊട്ട് ഒരു 90 വയസ്സ് വരെയുള്ള ക്യാരക്ടറുകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ എന്ന് പലരും നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ ബേസ്. അതായത് ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞാൽ ഒരേ സമയം തുള്ളക്കാരനായിട്ട് കഥ പറയണം, ഭീമനാവണം, ഹനുമാനാവണം. ഹനുമാൻ എന്ന് പറഞ്ഞാൽ വയസ്സായ ഹനുമാനുണ്ട്, ഇത് കഴിഞ്ഞ് ഹനുമാൻ എണീക്കുന്നുണ്ട്, വലിയ രൂപം കാണിച്ച് എണീക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ആവുന്നുണ്ട്. ഇതിൽ തന്നെ സ്ത്രീ ആവുന്നുണ്ട്, പാഞ്ചാലി ആവുന്നുണ്ട്, പിന്നെ കാക്കയാവുന്നുണ്ട്. അങ്ങനെ പല പല ഇത് തന്നെയുണ്ട്. ഒരു പക്ഷേ അതൊക്കെ ചെറുതിലേ നമ്മൾ പഠിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അതുകൊണ്ടാണ് മണ്ടോദരി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതല്ലേ. മണ്ടോദരി ലോകത്ത് എവിടെ പോയാലും മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ ഒക്കെ മണ്ടോദരിയെ പറ്റി ചർച്ചയാണ്. വ്യത്യസ്തമാണ്, നമ്മൾ അത്ഭുതപ്പെടുന്നത്. അതായത് അത്തരം ഒരു സിറ്റ്കോമിന്റെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ഓരോ ദിവസവും നമുക്ക് ഓരോ കഥാപാത്രങ്ങളായിട്ട് വരാൻ പറ്റും. ചേട്ടാ വളരെ വയസ്സായ ഒരു കഥാപാത്രമൊക്കെ ഉണ്ടല്ലോ. അതെ അതെ അതെ, 90 വയസ്സ് വരെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇത് ഓട്ടംതുള്ളലോ? ഓട്ടംതുള്ളലൊക്കെ ഞാനൊരു 8 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. കഥകളി 5 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അങ്ങനെ കണ്ടിന്യൂസ് ക്ലാസ്, ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. ഇതുപോലെ ആയിരിക്കില്ല എന്റെ ക്ലാസ്സിൽ. ഞാൻ ഭയങ്കര അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ്. അതായത് എന്ത് ചെയ്യുമ്പോഴും അത് വൃത്തിയായി ചെയ്യണം. ഇപ്പൊ നാദരയ്ക്ക് അറിയാം, ഞാൻ അവിടെ PhD ചേർന്ന ആളാണ് കാലടി യൂണിവേഴ്സിറ്റിയിൽ. പക്ഷെ എന്റെ ഷോസും ഇതും എല്ലാം കൂടി എനിക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാര്യം എനിക്ക് ഇഷ്ടമല്ല അവിടെ പോയി ഇവിടെ പോയി എല്ലാം വൃത്തിയായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ആ ക്ലാസ്സും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് ക്ലാസ്സുകളായിരിക്കും ഞാൻ എടുക്കുന്നത്. കലയിൽ മാത്രമാണോ ജീവിതത്തിലും വാശി പിടിക്കാറുണ്ടോ? ഉണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ നല്ല വാശിയുള്ള ആളാണ്. എന്നെ അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ അപ്പം തന്നെ പറയും. പക്ഷെ അത് അപ്പൊ തീരും. മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല. ഒരു വാശി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ, ആ വാശിയുടെ അവസാനം വരെ ഞാൻ പോകും. അല്ല, അതിപ്പം ചിലപ്പോൾ അറിയാത്തതുണ്ടോന്ന് എനിക്കറിയില്ല. എൻ്റെ സ്ത്രീക്കെതിരെ വന്നൊരു വലിയ ആരോപണമാണ്. അവരുടെ എന്താ പറയുക, ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ആരോപണമാണ്. അതിൻ്റെ FIR കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അത്ര വലിയ കള്ളങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഉറപ്പായിട്ടും നമ്മൾ നിയമപരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നേക്കാൾ വാശിയുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അഡ്വക്കേറ്റ് മനീഷയാണ് എൻ്റെ അഡ്വക്കേറ്റ്. അപ്പോൾ അത് ഞാൻ പിൻവാങ്ങിയാലും അവള് പിൻവാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എന്തായാലും ഒരു പങ്കാളിക്ക് വേണ്ടി എല്ലാ പങ്കാളികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ പ്രതിസന്ധിയിലും അവരൊപ്പം നിൽക്കണം. അപ്പം പങ്കാളിക്ക് വേണ്ടിയിട്ട് അത്രയും വാശിയോടുകൂടി നിൽക്കുന്ന സത്യം ചെയ്യിക്കും. അല്ല, അത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം ഞാനിങ്ങനെ എൻ്റെ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പല ആൾക്കാർ, വയസ്സായ ആൾക്കാരൊക്കെ വന്ന് കമന്റ് ഇടുന്നുണ്ട്. ഭർത്താവാകുമ്പോൾ ഇങ്ങനെ തന്നെ വേണം, എന്ത് ചെയ്താലും കൂടെ നിൽക്കണം. അങ്ങനെ എന്ത് ചെയ്താലും കൂടെ നിൽക്കണ ആളേ അല്ല ഞാൻ. ആ ശരിയാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ഞാൻ കൂടെ നിൽക്കും. ഇനി സ്ത്രീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിനുള്ള ശിക്ഷ കൊടുക്കും. അല്ല, അങ്ങനെയൊന്നും മടിയില്ലാത്ത ആളാണ് ഞാൻ. എൻ്റെ ലൈഫിൽ ശരിയല്ലാന്ന് തോന്നിയാൽ ഇറങ്ങിപ്പോരാൻ ഒരു മടിയും ഇല്ലാത്ത ആളാണ്. അങ്ങനെ പോന്നിട്ടുമുണ്ട്. അതും ഒരു സത്യമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൊണ്ട് കല ആസ്വദിച്ചു. ജീവിതത്തിൻ്റെ എന്താ പറയുന്നത്, കുറച്ച് ചില തുറന്നു കുറച്ചിരിക്കുന്നു ഒക്കെ നമ്മൾ നേരെ കണ്ടു കേട്ടു. സന്തോഷം. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഗെയിം. അല്ല,
ഒരു വാമ്പ വേണ്ടേ? ഓക്കെ അല്ലേ? ഇനി ചിരിക്കാൻ പോവാണോ? അല്ല ശരിയല്ല. അല്ല, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതുപോലെ കൊരങ്ങനെ അഭിനയിക്കുക. ആദ്യം അപ്സര. ചോദിക്കട്ടെ. നല്ല ടാസ്ക് ഇനി പുരുഷന്മാര് നമ്മൾ നേരത്തെ ഞങ്ങളില്ല ഈ പ്രാവശ്യം ഇല്ല. കുരങ്ങിൽ ആൺ പെൺ ഭേദമില്ല. ആണും പെണ്ണുണ്ട്. അപ്പൊ നീ ആദ്യം കാണിക്കണം. എന്നാ ഞാനൊരു കാര്യം അല്ല പറയട്ടെ. ചുമ്മാ നിന്നാ മതി. ഇത്രയും ഭംഗിയുള്ള- ശരി, ആണുങ്ങൾ. ആ, ശരി. അപ്സരയുടെ ആ നിർദ്ദേശത്തെ ഞാനാണോ? അല്ലടി, നിന്റെ നിർദ്ദേശത്തെ ഇത് ഇവിടെ ഒന്നും അല്ല ഈ കൊച്ചി. അതാ ഞാൻ പറഞ്ഞത്. ചേട്ടൻ ഇനി ഷൂട്ട് തുടങ്ങും മുമ്പ് ഇവക്കൊരു ക്ലാസ് കൊടുക്കണം, ആങ്കറിങ്ങിനെ പറ്റിയിട്ട്. താല്പര്യമില്ല, മാറിക്കളയും. അടുത്ത് വരില്ലല്ലോ. അവൾ അടുത്ത വേറെന്തോ നിങ്ങൾ ആലോചിക്കുന്നില്ല. ക്ലാസ് ഒന്നും വേണ്ട, നമുക്ക് തുടങ്ങിയാലോ? അല്ല, ഈ ചിന്തയാണ് കുഴപ്പം. അറിയാവുന്ന ചിന്ത ഉണ്ട്, അതാണ് കുഴപ്പമായി പോയി. കുട്ടി പറഞ്ഞു കേൾക്കൂ. കുട്ടി പറഞ്ഞ് ഞങ്ങൾ ശിരസ വഹിച്ചു. ശരി. ആണുങ്ങൾ മുഴുവൻ ശരി. എന്ത് കൊരങ്ങനാവുമ്പോ എന്നാ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ നിരന്തരം നിന്നാ മതി. നീ പൊളിക്കും. വിഷ്ണു വാ. വാ. അഭിനയിക്കാൻ നിന്നാ മതി. ആയിക്കോളും. വിഷ്ണുവിന്റെ കൊരങ്ങൻ അല്ല, വിഷ്ണു അഭിനയിക്കുന്ന വിഷ്ണു കൊരങ്ങൻ. ഓക്കെ. അമ്മേ. കൊള്ളാടി. സൂപ്പർ. വേറെന്തോ ഉദ്ദേശമുണ്ട്. ഞാൻ പറയട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി കൊരങ്ങനെ. ഇത് മറ്റേ ഇവിടെയുള്ള ഒരു കൊരങ്ങൻ പണ്ടേ തായ്ലാൻഡിലെ കണ്ടപ്പോഴേ ബിബിൻ ചേട്ടാ, ഞാൻ കലാഭവൻ മണിയാണ് ഇങ്ങനെ അല്ലേ സ്നേഹ? കലാഭവൻ മണിയാണ് എപ്പോഴും ഇങ്ങനെ കൊരങ്ങനെ. എന്താ ഇവിടെ? അതെ. ഇവന് വേറെന്തോ ഉദ്ദേശമുണ്ട്. അതിനകത്തൊന്നുമില്ല. അതിനെ പിടിച്ചവിടെ ഇട്ട്. ഇല്ല, അതിനകത്ത് ഫലങ്ങളില്ല. ഫലങ്ങളുള്ളിടത്തോട്ട് പോട്ടെ. നന്നായി. ഓക്കെ, സൂപ്പർ. ഇനിയിപ്പോ ആരും കാണിക്കണ്ട. അല്ല, ഇനിയിപ്പോ ആരും കാണിക്കണ്ട. അല്ല. ആ, ക്രിസ്. ക്രിസ്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി കേസവി ആൻഡ് നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. രാമചന്ദ്രൻ. അല്ല കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ. ഇതിപ്പോ നമ്മൾ ഇന്റർനാഷണൽ പോവാം, ബ്രിട്ടനിലേക്ക് പോവാം. നമ്മുടെ കിങ് കോങ് ഒക്കെ കിങ്കോ. ഓക്കെ. കിങ് കോങ് ആയി. ഓക്കെ, നിന്നു. പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത്. പുഷപ്പ്. അയ്യോ, പുഷപ്പ്. ആടെ. തന്റെ അഭിപ്രായം എന്റെ അങ്ങ് കൊന്നൂടാ. അല്ല, സ്വീകരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. എന്നെ കൊല്ലാതിരുന്നൂടെ? പൊയ്ക്കോളൂ. അടുത്തതായി എല്ലാം ചിമ്മൻ കൊരങ്ങൻ. എന്നിട്ടുള്ള കൊരങ്ങൻ സിംഹം കൊരങ്ങൻ. അത് തന്നെ കറക്റ്റ് ആണത്. അത് കറക്റ്റാ. പക്ഷെ എവിടെയൊക്കെയോ ഉണ്ടല്ലേ ചെയ്യണേ. അത് കറക്റ്റ്. സ്ലോ മോഷൻ ഉണ്ട്. ഇത് ചിമ്മിപ്പോണ കൊരങ്ങനാ. കുരങ്ങന്റെ അടിപൊളിയായിരുന്നല്ലേ? നല്ലതാ. സൂപ്പർ ആയിരുന്നു. സർക്കസിൽ നിന്ന് ചാടി വന്ന കൊരങ്ങനാ. കഷ്ടപ്പെട്ട് ചെയ്തതൊക്കെ ഒരു പ്രത്യേക അറിയിപ്പ്. ഇതോടെ കുരങ്ങന്റെ പേരോട് ചിമ്പാൻസി. ഈ കൊരങ്ങനെ കൊറോണ വന്നതാണ്. പശ കൊള്ളൊരു അത് ജന്മനാ ഉള്ളതാ.
അപ്സരയുടെ അടുത്ത് പോകത്തോണ്ടായിരിക്കും വരട്ടെ. വേണ്ട 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 അവിടെ നിൽക്കാം. ഇത് കൊരങ്ങനല്ലേ ഇത് ഇവൻ ചേട്ടനല്ലേ അപ്പൊ ഇരുന്നോ ദീപക്. അപ്പൊ എന്തായാലും ശരി തന്നെ അനീഷേട്ടൻ നമ്മൾ അടുത്ത കൈരളിയുടെ come കൈരളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ശരിക്കുള്ള ശരിക്കുള്ള കുരങ്ങനെ കാണാൻ പറ്റും. ഓക്കെ. കുരങ്ങനൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോണെന്ന് അറിയില്ല. ക്ലാസ് ഒന്നും വേണ്ട. അതുകൊണ്ട് അറിവില്ലായ്മയുടെ അങ്ങേ അറ്റമാണ്. എന്നെ അറിയാൻ ശ്രമിക്കുകയില്ല. കിളമ്പോ അതായത് ഈ കുരങ്ങന്റെ പ്രത്യേകിച്ചാല് അത് രണ്ടാമതാ റിയാക്ട് ചെയ്യും. ഒരു അനുഭവം ഉണ്ടായാൽ ഇപ്പൊ ഒരു അടി കിട്ടിയാൽ അന്നേരം പുള്ളിക്ക് വേദനിക്കില്ല, പിന്നെ അത് ഫീൽ ചെയ്തിട്ടാണ് എനിക്ക് വേദനിക്കും. അതെയോ? അതാണ് കുരങ്ങന്റെ ഒരു പ്രത്യേകത. ഓക്കെ. കുരങ്ങ് ബ്രെയിൻ ഫംഗ്ഷനിങ് സ്ലോ ആണ് റിഫ്ലക്സ് ആക്ഷൻ സ്ലോയിലാണ്. അപ്പൊ കുരങ്ങ് നോർമലി നടന്നൊക്കെ വന്നിരിക്കും. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒന്ന് തല- തല- ഒരു സാധനം താഴെ വീഴും. അപ്പൊ കുരങ്ങ് ഇങ്ങനെ ഇരിക്കും. മാങ്ങ വീണു. അത് കൊള്ളാം. ഈ കുരങ്ങനെ ആദ്യമായിട്ടാ. ശരി കുരങ്ങി. അടിപൊളിയായിരുന്നു. കുരങ്ങ് അങ്ങനെയാണ് അതിന്റെ സൂപ്പർ രീതി. സൂപ്പർ. അത് കൊള്ളാം. അപ്പൊ നല്ല കുരങ്ങനെ നല്ല കുരങ്ങികളൊക്കെ കണ്ട സ്ഥിതിക്ക് കൊരങ്ങകളെ കണ്ടില്ല കൊരങ്ങേണ്ടത് നിനക്ക് കാണണോ അല്ലേ അപ്പൊ ഏത് കുരങ്ങായിരുന്നു നല്ലത്? അപ്സര. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുരങ്ങൻ വിഷ്ണു. ഓ എനിക്ക് അനീഷേട്ടൻ പക്ഷേ നമ്മൾ കമ്മിറ്റി കയറാം. പക്ഷെ ഏറ്റവും ദയനീയമായ കുരങ്ങാരായിരുന്നു. അയ്യോ. ശ്രേയ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കുരങ്ങമ്മത്? എല്ലാ കുരങ്ങനും വേറെ വേറെ കുരങ്ങനായിരുന്നു. അതെ, അതുകൊണ്ട് നമുക്ക് ഇതിന് സ്പെഷ്യൽ മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അതെ, അതെ. ഒരെണ്ണം തായ്ലാന്റിലെ കുരങ്ങനായിരുന്നു. ആ മറ്റൊരു ഒരു ഓ തല തെറിച്ചൊരു കുരങ്ങനുണ്ട്, അതായിരുന്നു ഒന്ന്. തല തെറിച്ചൊരു കുരങ്ങന്, പെണ്ണുങ്ങളെ കയറി പിടിക്കണ കുരങ്ങൻ. അത് ശാസ്താക്കോട്ടുണ്ട്. അതെ ശാസ്താക്കുട്ടുണ്ട്. ഭയങ്കര ശല്യമാണ്. അനീഷേട്ടനല്ലേ അപ്പൊ എന്തായാലും എല്ലാ കുരങ്ങന്മാരും അടിപൊളി. അതെ, നല്ലായിരുന്നു. നല്ല അറ്റം. ഇതാണ് നമ്മുടെ ഒരു പ്രത്യേകത. നമ്മൾ ഈ പറഞ്ഞാൽ അധികം നേരം ആലോചനയൊന്നുമില്ല. അതെ, സ്പോട്ടില് അല്ലേ? സ്പോട്ടിലാണ് നമ്മൾ സ്പോട്ടിൽ ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഗുണമുണ്ട്. ചിലപ്പോ ഈ പറഞ്ഞ ചിലപ്പോ അല്ല, കുറച്ചൊക്കെ പാളി പോണോ അനീഷേ? ഇല്ലേ നമുക്ക് അഹങ്കാരമാവും. പിന്നല്ലാതെ ഓൾറെഡി ഉണ്ട്. കുറച്ച് കുറയട്ടെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ എന്തായാലും ചാർജായി ഇല്ല ഇല്ല, ചാർജ് വേണോ അനീഷ? ഇനിയോ? ഇനിയുമാ ഏയ്, ടാസ്ക് വേണോ? ആ എടുക്കാം. വേണം. ഒരു ഗെയിം ഗെയിം വേണ്ടാത്തവർ കൈയടിക്കും. ഗെയിം വേണ്ട വേണം വേണം വേണ്ട. ആ ഗെയിം ഇഷ്ടമാണ്, രസമല്ലേ? ശരി, നമ്മൾ ഗെയിം ഇവിടെ നമ്മൾ പാചകം മാത്രമല്ല ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതൊക്കെ വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ, കാരണം കളിയും ചിരിയും തമാശകളും ഒക്കെ ഉണ്ടാവും പാചകത്തോടൊപ്പം തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തൊരു ഗെയിമിലേക്ക് കിടക്കാൻ പോകും. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി കേശവി ആൻഡ് നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. തുടങ്ങിയാലോ? യെസ്. അനീഷേട്ടാ, ചെയർ കണ്ടപ്പോ ഇവര് വിചാരിച്ചിട്ടുണ്ടാവും ഇരുന്നിട്ട് സുഖിച്ച് എന്തോ ചെയ്യാൻ വേണ്ടിട്ടാണ്. അതെ അതെ. കസേര കളിയാണെന്ന് വിചാരിച്ചു. ശരിയാക്കി തരാല്ലോ. Musical chair. കുറെ ദിവസമായിട്ട് നോക്കി വെച്ചേക്കോ. ഐറ്റം എടുത്തോണ്ട് വരും. ഐറ്റം കൊണ്ടുവരും. ഉറങ്ങാൻ ആരാ ആദ്യം ഉറങ്ങാ? ഞാൻ ഇരുന്ന് ഉറങ്ങണം. ഇന്നത് വരെ ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു ഗെയിം ഉണ്ടായിട്ടില്ല. പില്ലോ ഫൈറ്റിംഗ്. അതാണോ സ്വാഭിമാനം ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. പില്ലോ ഫൈറ്റിംഗ്. ഓക്കെ. പക്ഷെ ഈ പില്ലോ ഫൈറ്റിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ ബുദ്ധിയും ശക്തിയും എല്ലാം ഇവിടെ വരണം. അപ്പൊ നീ പോയിക്കോടാ. എന്നാ പിന്നെ ഞാനും അനീഷേട്ടും കൂടി പോണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി പോണ്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഒരു ടീമിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ ഇരിക്കുക. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ ഇരുന്നു ഇരിക്കുന്നു. കാണിച്ചത്. അതെ, വന്നിരുന്നിട്ട് നമ്മൾ ഒരു ലെറ്റർ പറയാം. വേറെ ഓപ്പോസിറ്റ് ടീമിലെ 2 പേർക്ക് ഇവിടെ വന്ന് നിൽക്കാം. ഇവിടെ നിന്നിട്ട് ഇപ്പൊ ബീന ചേച്ചി നവീനുമാണ് വരുന്നതെങ്കിൽ ഇപ്പുറത്തും ദീപനും യമുന ചേച്ചിയുടെ വന്ന് നിൽക്കാം. ഓക്കെ, നിങ്ങൾ ഒരാളായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെറ്റർ അങ്ങോട്ട് പറയാം. അല്ലല്ല, ഞങ്ങൾ പറയും. ഞാനൊരു ലെറ്റർ അങ്ങോട്ട് തരും. ആ ലെറ്ററിന്റെ ബാക്കി നമ്മൾ ആൻസറുകൾ പറയണം.
ലെറ്റർ ആണോ വേർഡ് ആണോ? ഒരു ലെറ്റർ ഒരു അക്ഷരം നമ്മൾ കാണിച്ചു തരാം, ഡെമോ കാണിച്ചു ആ, തരാം. കാണിക്കൂ, കാണിക്കൂ, അതെ അതായിരിക്കും നല്ലത്. കൃത്യമായിട്ട് ഈ പറയണ്ട. നിയമം അറിയുന്ന അപ്സരക്കാണ്. അതുകൊണ്ട് അപ്സര ഇരിക്കൂ. ശരി കാണിക്കൂ അപ്സര കാണിക്കൂ. എന്താ അറിയോ, ആ അല്ലെങ്കിൽ തലകാണി എന്തിനാ കാണിച്ച് തരാം. ഇപ്പൊ നോക്കിയോ? അല്ല ഗെയിം കാണട്ടെ ഗെയിം കാണട്ടെ ഡെമോ കാണിക്കൂ. ഒന്നും പറയണ്ട. നമ്മള് കൊടുക്കാൻ പോകുന്ന അക്ഷരം ഓ യാ. യാ. യാ റെഡിയാണോ? യാ റെഡി. ആ ഒരു പേര് പറയൂ. യാമിനി. യാമിനി. സ്ഥലം? യദുകുലം. കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം? യക്ക. 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 യക്ക ഇല്ല. യക്ക ഇല്ല. അടിച്ചോണ്ടിരിക്കും യാവരുടെ യമു. ഇങ്ങനെ യമു ഫ്രൈ. യമുവിന്റെ മുട്ടയാണ്. യമുവാണ് യമു. എടി യമു ആണെടി, യമു അല്ല. ചേച്ചി അങ്ങനെ തിരിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? ഇനി പോകാൻ ഇഷ്ടമുള്ള സ്ഥലം. ഇഷ്ടമുള്ള സ്ഥലം. പോകാൻ ഇഷ്ടമുള്ള സ്ഥലം. യക്കടി. ലക്കിടി. എന്റെ നാട്ടിലുണ്ട് അങ്ങനത്തെ സ്ഥലം. അതാ, അത് ഏത് സ്ഥലമാണ്? ഇത് കേരളത്തിലെ സ്ഥലത്തല്ലേ ജീവിക്കുന്നത്? ഇഷ്ടപ്പെട്ട പാട്ട് 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 പാട്ട്. യയ്യയ്യോ. ആ യയ്യയ്യ. യാദവാ, നീ എനിക്കറിയാം. ശരി ഓക്കെ താങ്ക് യു. ഓ ഇതോ സംഭവം. ഇത് വളരെ സ്നേഹത്തോടുള്ള സ്പർശനമായിരിക്കണം. അറിഞ്ഞ് പിരുത്തുകളായിരുന്നു. ആരെയും അടിക്കരുത്, കളയരുത്. പക്ഷെ വേറെ കാര്യം ഞാൻ പറയട്ടെ, ഇവന്മാർ എന്നെ തല്ലിയവരെ നിങ്ങളെ തല്ലെടുത്തിട്ട് പാവം കിട്ടും. സ്നേഹം മുഖത്തേക്ക് പറഞ്ഞു ഇവന്മാരുന്നു. ഇവന്മാർ രണ്ടുപേരും കൂടിയിട്ട്. പക്ഷെ നിങ്ങൾ ചെയ്തോട്ടാ, ഓരോ മിസ്റ്റേക്കിനും ഓരോ അടി വെച്ചല്ലേ? അല്ലല്ല, നിങ്ങളുടെ മനത്തിന്റെ കട്ടിയെടുത്ത് വിഷ്ണു അത് എടുത്ത് ചോദിച്ചപ്പോഴേ അവന്റെ മനസ്സിൽ ആരോടോ ഒരു ശത്രുതയുണ്ട്. നിനക്ക് ഏത് ഒരു 4 അടി. നീ പറയാം. 1 2 3 4. വിഷ്ണു പറയും, വിഷ്ണു ഏത് ടീമിൽ ആരെയാ വേണ്ടേ ഓപ്പോസിറ്റ് മത്സരിക്കാൻ? അത് എനിക്ക് അടിക്കാനൊരാളെ വേണം. അവന്റെ ശത്രു ഞാനാണല്ലോ. മത്സരിക്കാൻ ഏത് ടീമിലാ പറയും? നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അതായത് ഓപ്പർച്യൂണിറ്റി തന്നേക്കും. ചുരുക്കി പറഞ്ഞ അടിക്കണം തോന്നുന്ന ആരെയാണ്? അടിക്കാൻ നമ്മളൊരു വൈബല്ല. വൈബൊക്കെ പിന്നീടാവട്ടെ. വൈബ് കാണട്ടെ ഇവിടെ ഇരിക്ക്. അല്ല ഞാൻ ഇരിക്കൂല, ഞാൻ അടിക്കാൻ വിഷ്ണു വാ. ഇതാണ് ചേച്ചിയുടെ ലെറ്റർ. ഇതാണ് അക്ഷരം. ഇതാണ് രാ. പേര്? രാജി. സ്ഥലം? ഇവന് മാറ്റി എന്റെ ചെവിയൊക്കെ അടിച്ചു പൊളിച്ചു. ദുഷ്ടൻ. സ്ഥലം രാജധാനി. രാജധാനി. സ്പോർട്സ്? സ്പോർട്സാ? സ്പോർട്സ്. ഭക്ഷണം? ഭക്ഷണോ? അടിയടി അടിയടി. അയ്യോ രാവിച്ചിട്ട് എന്തെന്താ ഫുഡ് ഉള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പാട്ട് ഇഷ്ടപ്പെട്ട പാട്ട്. രസം ഉണ്ടായിരുന്നല്ലോ. രസം. ഉണ്ടായിരുന്നല്ലോ. ഓ പാട്ടാ. ഒരു പാട്ട്. രാരീരം ഇഷ്ടമുള്ള സിനിമ പേര്? രാരീരം. അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഇഷ്ടപ്പെട്ട നടൻ? ഇഷ്ടപ്പെട്ട നടൻ? നടനോ? രതീഷ്. നടി? നടി? രേഖ. എത്ര അടി കിട്ടി ചേച്ചി? കൊറേ കിട്ടി. രണ്ടെണ്ണം ശരിയാക്കിയുള്ളൂ, ബാക്കിയൊക്കെ അടിയായിരുന്നു. ചേച്ചി ഇത് നോക്കി വെച്ചോ. ആ ചെവി നുള്ളിക്കോ. നുള്ളി നിന്റെ അവസാനം. പിന്നെ അതിൽ താമസിക്കാൻ ഇരുത്തിയാലോ? എന്റെ ടീമിൽ നിന്ന് ആഗ്രഹം മത്സരിക്കും. വീരോടും വാശിയോടുള്ള മർദ്ദനമാണ് ഏൽക്കാൻ പോകുന്നത്. ശരി അക്ഷരം പേര്? നൈന. സ്ഥലം? നാഗ്പൂർ. ഭക്ഷണം? നാഗാലാൻഡ്. നെല്ലിക്ക 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 നെല്ലിക്ക. പറഞ്ഞായിട്ട് അടിച്ച തിരിച്ചടിക്കാം. ഇല്ല. ഒരു പാട്ട്. നന്ദലാല ഹേ നന്ദലാല. ഒരു രാഷ്ട്രീയ നേതാവ്?
നെപ്പോളിയൻ നെപ്പോളിയൻ ആ നെപ്പോളിയൻ രാഷ്ട്രീയ നേതാവാ. അല്ല നെപ്പോളിയൻ രാഷ്ട്രീയ നേതാവാ. എഴുത്തുകാരൻ നന്ദഗോപാൽ മാരാർ. മമ്മൂട്ടിയുടെ ക്യാരക്ടറാണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ക്രിക്കറ്റ് കളിക്കാരൻ നരേന്ദ്ര ഷെട്ടി നരേന്ദ്ര മോദി തുടങ്ങിയ ആദ്യം ചേച്ചിക്ക് മതിയായോ? മതിയോ ഓ ചതച്ചതും പോരെ പിന്നെ കൊടയും കൂടെ വേണം. മോനെ പോയിരടാ. ഇതുപോലെ നമ്മൾ ചെയ്യുന്നതിന് ഫലം നമുക്ക് കിട്ടും. ദീപം വാ. ദീപന് ഉള്ള അക്ഷരം ഇതാണ്. ലാ, ലാ, ലാ. പേര് പേര് അടി 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 ലാലി. ലാലി. ഓക്കേ ഓക്കേ. സ്ഥലം സ്ഥലോ ആ അടി 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 അടി. ലോകമേ സ്ഥലം ലോകമേ സ്ഥലം, അങ്ങനെ ഒരു സ്ഥലമില്ല. ലക്നൗ ഭക്ഷണം ഭക്ഷണം ലഡ്ഡു. ലഡു ഏയ്, ഇത് ജയിക്കാൻ പറഞ്ഞോടുകൂടെ ഫൗള്. ജയിക്കാൻ അടിക്കണം. ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് രാഷ്ട്രീയ നേതാവിന്റെ പേര് പോയി 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 ലംബോദരൻ പേരില്ല ഇനി എന്താ വേണ്ടേ? ഒരു പാട്ട് പാടിക്കോ. ലാലി 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 സിനിമ പേര് സിനിമ പേര് ലങ്ക സിനിമാ നടിയുടെ പേര് ലാവണ്യ എന്നോട് അഭിനയിക്കുന്നു സ്ഥലം ഇഷ്ടപ്പെട്ട സ്ഥലം ലങ്ക ഓ മൊത്തം അങ്ങനെ ഞാൻ പറയാൻ അത് പറ്റോ ശ്രീലങ്ക അല്ലേ ഏത് ശ്രീലങ്ക അല്ലേ എനിക്ക് രാമന്റെ ലങ്ക ലാവനല്ലേ അങ്ങനെ ഒരു സ്ഥലമൊന്നും ഇല്ല ഏത് ശ്രീലങ്കയേ ഉള്ളൂ എന്നാ പിടിച്ചോളൂ അടിച്ചോളൂ. ഇഷ്ടപ്പെട്ട പൂവ് മില്ലിപ്പൂ ലില്ലിപ്പൂ. ഓക്കേ. ഋഷി സ്ഥലം ഋഷികേശ്. ഓക്കെ എന്നാ ഭക്ഷണം ഭക്ഷണം അടി 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 അടി. റിസോർട്ടോ റിസോർട്ടോ ഇവിടെ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഇടുന്ന പേര് ഓരോ കള്ളപ്പേരും പറഞ്ഞു തന്നെ. റിസോർട്ടോ ഉണ്ട്. ഓക്കെ ഉണ്ട് ഉണ്ട്. ഇഷ്ടപ്പെട്ട മകൻ വ്യക്തി ഇതെന്താ അടിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ. മഹത് വ്യക്തി. ഋഷിരാജ് സിംഗ്. ഋഷിരാജ് സിംഗ്. ഓക്കെ ഒരു രാഷ്ട്രീയക്കാരൻ അടി കൊടുത്തോ അടി. കൊടുത്തോ അടിക്ക് മറന്നു ജീവി 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 രാഷ്ട്രീയക്കാരൻ പറയട്ടെ അത് ഇല്ല അപ്പൊ ഇല്ല പാസ് ഒരു പറഞ്ഞു. ജീവി 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 അടി. കൊടുത്തോ ഒരു പാട്ട് ഋതുഭേദ ഋതുഭേദ കൽപ്പന. ഒരു രോമഹർഷത്തിൻ ധന്യത പുൽകിയ ഇതിലേത് ടീമാണ് ഇഷ്ടപ്പെട്ടത്? ഓ ബെസ്റ്റ് ഒരു പെർഫോമറെ കൊടുത്ത് ഒരാള് ഒരു പെർഫോമർ പെർഫോമർ ടീമിനെ പറയണ്ട. ഇതിനകത്ത് ആരാണ്? ശത്രുള്ള ചോദ്യമാണിത്. അതാ എന്നാലും കൊരങ്ങച്ചിന് കൊടുക്കാം വിഷ്ണു. യെസ് കൊടുത്തു. സ്നേഹ. അപ്പൊ ഫേസ് അങ്ങനെ പിടിച്ച് അല്ല സത്യം സൂപ്പറായിരുന്നു. എന്റെ ടീമിനെ ക്ഷണിച്ചു ഓ ആയിക്കോട്ടെ. കണ്ടാ കണ്ടാ ആദ്യമായിട്ട് സ്നേഹിച്ചു തന്നെ. അയ്യോ അങ്ങനെ വാ കൊരങ്ങനെ പോലെ വാ. കണ്ട എപ്പോഴും വഴക്കൂടുങ്കിലും നിന്നോട് സ്നേഹമുണ്ട്. അതുണ്ട് അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്താ നോക്കണേ? അപ്പോൾ ഫുഡ്സ് നൽകുന്ന സമ്മാനം എന്താ നമ്മുടെ വിഷ്ണുവിനും നാദർക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പാട്ടിട്ട് എല്ലാവർക്കും കൂടി കളിക്കാം.
Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by അമൃതവേണി KSFE and നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. Milma presents Fira Food Celebrity Kitchen Magic Season 3 powered by അമൃതവേണി KSFE and നമ്മുടെ രാമചന്ദ്രൻ. ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഉപ്പുണ്ട്, മുളക് പൊടിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ചോപ്ഡ് ടൊമാറ്റോ ഉണ്ട്, ചോപ്ഡ് ഓനിയൻ ഉണ്ട്, ജിഞ്ചറുണ്ട്, പച്ചമുളകുണ്ട്, 2 മുട്ടയുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹലോ 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 ഇവിടുത്തെ ഹലോ എവിടെ? എന്റെ ഹലോ എവിടെ? എൻ്റെ ഹലോ എവിടെ? എടോ ഇവിടെ വാ. ബാക്കി ഭക്ഷണം കഴിക്കാൻ പോണോ? അത് പിന്നെ കഴിക്കാൻ കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അല്ലല്ല, സ്നേഹ പോയല്ലോ. പോയി എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി ആൾക്കാരോട് വെയിറ്റിംഗ് ആണ് നമുക്ക് വേണ്ടിട്ട്. ഒരു കാര്യം പറയട്ടെ. എന്നതിനാ? അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പൊതുവേ ആൾക്കാർക്ക് ഒരു സംസാരമുണ്ട് നമ്മുടെ ആങ്കറിങ്ങിനെ പറ്റി. നല്ലതായിരിക്കും, ഞാനുള്ളതുകൊണ്ട് നല്ലതായിരിക്കും. അതല്ല, നമ്മൾ വെറുതെ വാചകം മാത്രമേ ഉള്ളൂ, പാചകമില്ലെന്ന്. ചെയ്തോളൂ. അതെ, അപ്പൊ നമ്മളത് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട സമയമാണ്. എന്താ ഉണ്ടാക്കാൻ പോണേ? എന്തും ഉണ്ടാക്കും. ആണോ? അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അത് വഴക്കായിരിക്കും. അല്ല, അതിഷ്ടം. ഇത് രണ്ടാമത് എനിക്ക് കുക്കിങ്ങിൽ എനിക്കൊരു ഇപ്പൊ എനിക്ക് കഴിക്കാൻ തോന്നുന്നത് ഒരു ഒരു പുഡിങ്. ഓക്കെ, ഉണ്ടാക്കും. പുഡിങ് ഇപ്പൊ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ആണോ? എന്നാ പിന്നെ ഒരു പിന്നെ എന്താ പറയാ, ബിരിയാണി. എന്ത് ബിരിയാണി? ഗ്യാസ് എന്തിനാ നഷ്ടപ്പെടുത്തുന്നേ? ബിരിയാണി എനിക്ക് കാടക്കോഴി ബിരിയാണി. കാടക്കോഴിയിൽ ഇവിടെ ഇപ്പൊ ആകുള്ളത് എനിക്ക് ഫിഷ് പൊള്ളിച്ചത് ഇഷ്ടം. ഇപ്പൊ അവിടെ നിന്ന് കൂടുതൽ പൊള്ളി ഇങ്ങോട്ട് മാറി. വേണ്ട, മുട്ടയുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇതുകൊണ്ടൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ള, ഇന്ന് വരെ പാചക രംഗത്ത് ആരും പരീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ പോവുക. 2 മുട്ടയും കുറച്ച് പൊടിയും വെച്ചിട്ട് പാചകത്തിൽ ആരും നമ്മൾ എന്ത് ചെയ്താലും അത് നീറ്റായിട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. ഞാൻ മെജീഷ്യൻ അല്ല. വെച്ചിട്ടുണ്ട്. ശരി, അനീഷാണ് ഇഷ്ടമുള്ള ഉണ്ടാക്കി തന്നോ, ഞാൻ എന്തും കഴിക്കാൻ റെഡിയാണ്. മോശമാണ് നമ്മളിങ്ങനെ അടുക്കള ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് അപ്സര ഉണ്ടാക്കി തരണം എനിക്ക്. റെഡി ആയിട്ടുണ്ട്. അയ്യോ അയ്യോ, ആഹാ, ഇവിടെ എന്തോ ഒരു തർക്കമൊന്നുമില്ല. നമ്മുടെ കുടുംബ പ്രശ്നം ആരെ അറിയിക്കാൻ വേണ്ട, ഇത് ഞങ്ങള് ചെറിയൊരു കുടുംബ പ്രശ്നമാണോ? വേണ്ട. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടത് കാടക്കോഴി ബിരിയാണി 2 മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നു. കാടക്കോഴി പിടിച്ചോണ്ട് അല്ലല്ല, ഇത് കാടക്കോഴി ഇട്ട മുട്ടയാ, വലുതായി പോയി. കാടമുട്ട കണ്ടിട്ടില്ല അല്ലേ? സംസാരിക്കുമ്പോ ഗ്യാസ് വെറുതെ പോകുന്നുണ്ട് കേട്ടോ. അല്ല പരിപാടി, ഞാന് കുറെ നാളെ കുക്ക് ചെയ്തിട്ട് അപ്പൊ അനീഷാടിന് ഒരേ നിർബന്ധം, ഞാൻ ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് അനീഷാടിന് നല്ലൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ച മുട്ടയുണ്ട്, മുട്ട വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മുട്ട മസാല. അല്ല, മസാല ഓംലെറ്റ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മസാല ഓംലെറ്റ്. അത്ര വലിയ അമ്പിളിച്ചേട്ടൻ പറയുന്ന സ്റ്റൈലിൽ പറയുന്നത് ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇത് ശരിക്കും ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഓംലെറ്റ് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് വിശന്നിരിക്കുമ്പോ ഇച്ചിരി ഓംലെറ്റ് കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറയും. അപ്പൊ അതിന്റെ ഒരു മസാല ഓംലെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് വയറ് ഗുമ്മാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി. ഇളക്കിക്കോ എന്നെ നന്നായിട്ട് ഇളക്കുമല്ലോ. ശരി, ഞങ്ങളിതാ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം. എക്സ്പ്ലനേഷൻ അവിടെ കേട്ടോ. എന്തായി കാര്യങ്ങൾ? എന്തായി എന്റെ എഗ് മസാല ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കണം നിങ്ങൾക്ക് വേണ്ടിട്ടാ. അതാണ്. നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി കശുവണ്ടി അണ്ടിപ്പരിപ്പാണോ? അല്ല, ഇവരുടെ കൈപ്പുണ്യം ഒന്ന് അറിയണം. കുറച്ച് ചുവന്നുള്ളി ഇട്ടു. അല്ല, ചുവന്നുള്ളിയല്ല, ചോപ്പ് ചെയ്ത വലിയ ഉള്ളി ഇട്ടു. അത് നന്നായിട്ട് നമ്മൾ വരും. റെസിപ്പിയാ ഈ സാധനമൊക്കെ ആരുടെ ആയിരിക്കും? അനീഷയുടെ അല്ലെങ്കിൽ ഇളക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി. കാരണം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഓംലെറ്റിൽ നമ്മൾ ഇതൊക്കെ ഇടുന്നതെന്ന്. പക്ഷെ ഇതൊക്കെ ഇടുമ്പോൾ ഉള്ളൊരു നമ്മുടെ വയറ് ഗുമ്മാക്കാൻ. വേറൊരു കാര്യം, നിങ്ങൾ എന്ത് വേണം പറഞ്ഞോ, പക്ഷെ ഈ മുട്ട ഓംലെറ്റ്
നിങ്ങൾ ലൈഫിൽ മറക്കൂല അത് സാധനങ്ങൾ ഇടാൻ അങ്ങോട്ട്. ശരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി അടുത്ത പറ. കുറച്ച് മുളക് കൂടുതൽ കുറച്ചുകൂടി ഇവന്മാർക്ക് പണി കൊടുക്കാൻ വേണ്ടി മതി. 2 മുട്ടയുള്ളടി മതി. ഉള്ളി നല്ല പോലെ ഇത് മസാല ഓംലെറ്റ് ആണ്. ഇത് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കാരണം നമുക്ക് ഉപ്പാണ് എല്ലാ ഫുഡിന്റെയും മെയിൻ ഇത്. കരിയണം അത് ഓഫായും പോയി. ഇല്ല, എന്റെ കറി നല്ല കുക്കർ കുക്ക് ചെയ്യുന്ന ആള്. നല്ല മതി കുക്കർ. ഉപ്പ് മതി. ഇല്ല, എന്റെ റെസിപ്പി ഇവര് കഴിച്ചിന്ന് വാവ് പറയും. എന്റെ റെസിപ്പി സ്വന്തമായിട്ട് കഴിക്കേണ്ടി വരും. ഓ പറഞ്ഞ അയ്യോന്നും പറയും. ഇനി ശരി, നമ്മള് എന്ത് വേണം? ക്ഷമിക്കണം, മസാലയുടെ കൂടെ ഒരു കണ്ണൂടെ വീണിട്ടുണ്ട്. കണ്ണ് കുത്തി പൊട്ടിച്ചാണ് വിഭവത്തിന്റെ പേര്. ഇവന്മാരെന്നെ അങ്ങ് റാഗിയുവാ. എങ്കിൽ ശരി, കുറച്ച് മുളക് പൊടി നമ്മൾ ഇടണം. കാരണം മസാല ആയതുകൊണ്ട് നമ്മൾ മസാല ഓംലെറ്റ് ആണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് മസാല നമ്മൾ മുളക് പൊടി ഇട്ടു. പിന്നെ എന്തായാലും മുട്ടയുടെ കൂടെ നമ്മള് ഒരു മിനിറ്റ്. മാറിയതോ? അതെ, ഇത് ഇളക്കുന്ന പോലെ ഈസി ഇളക്കുന്നതാണ് പാട്. അല്ല, കുക്കിംഗ് എന്നുള്ള ഒരു കൈപ്പുണ്യാണ്. കലയാണത്. കലയാണ് ഈ ഏത് കല? അതിനെ കൊല്ലരുത് കലയെ. നീ എനിക്ക് കറക്റ്റ് ടൈമിൽ ഇതൊക്കെ ചെയ്യണം. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് ഇങ്ങനെ അങ്ങ് ഇട്ട് ആ, ഇത് മൊത്തം മണം. എല്ലാരും മണം ആസ്വദിക്ക്. ആസ്വദിച്ചോ. പൊടി മുക്കി. ഇനി അടുത്തത് എന്താ ആസ്വദിക്കാൻ? ഇനി നമ്മളിവിടെ അവിടെ കുറച്ച് ഗരം മസാല. ഗരം മസാല. ഗരം മസാല. കുറച്ച് ഗരം മസാല. ഗരം ഇട്ടു. ഓക്കെ ഓക്കേ, രണ്ട് മിനിറ്റ്. ഇളക്കിക്കോ. നമ്മൾ ഇങ്ങനത്തെ ഒരു ബൗളിലേക്ക് മാറ്റണം. അപ്പൊ ഈ കളർ തന്നെ വാങ്ങണം. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ വീട്ടിൽ പോയി ഈ കളർ തന്നെ വാങ്ങണം. ഈ ബൗളിലേക്ക് മാറ്റണം. ഇടട്ടാ. നമ്മൾ കാണാൻ പോണ അതിന്റെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാല് കൈയടിച്ചു കൊടുക്കുക. നമ്മൾ ആ മുട്ട ഇല്ല, അയ്യോ അങ്ങനെ എല്ലടി പെണ്ണേ അത്. അതിലോട്ടെ. ഇനി നമ്മൾ അടുത്തതും കൂടി നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ടു. ഇതാ വയ്ക്കൂ, അങ്ങോട്ട് വയ്ക്കൂ. ഇനി ഇത് ടെലികാസ്റ്റിംഗ് പറയരുത്. പറയും. നമുക്കിട്ട് കുറച്ച് ഒരു ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഹെൽത്തി നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടില്ലേലും കുഴപ്പമില്ല കേട്ടാ. പച്ചവെള്ളം ഒഴിച്ചാലും മതി. അല്ലെന്ന് ഓയിലില്ലാണ്ട് മുട്ട ഇളക്കിയിട്ട് ഇനി ഐശ്വര്യമായിട്ട് മുട്ട മസാല അങ്ങോട്ട് ഒഴിക്കാൻ പോവാണേ. എണ്ണ തിളക്കട്ടെ. ചൂടായി. അധികം ചൂടാക്കട്ടെ. ഓ കറുത്ത മുട്ട. നല്ല കളർ. നല്ല കളർ മസാല നമ്മളിങ്ങനെ ഇതൊന്ന് കണ്ട ഇളക്കി കൊടുക്കണം. ഇങ്ങനെ പാട്ടും പാടണം അല്ലേ? ഈ നടുക്ക് ഭാഗം വേഗണമെങ്കിൽ നമ്മൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ അങ്ങ് മറിക്കാൻ പോവാം. തിരിച്ചതുപോലെ മസാല ദോശ നമ്മ നേരെ മുട്ട നമ്മൾ തിരിച്ചിട്ടു. പക്ഷെ അതുപോലെ തന്നെ വന്നു. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന അങ്ങനെ മസാല മുട്ട ഓംലെറ്റ് നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇതിന്റെ ഷേപ്പാണ്. നമ്മള് നൈസായിട്ട് ഓഫ് ചെയ്യും. അതിനൊക്കെ ഇവിടെ കൈയാണ്. നിന്ന് കത്തും. നമ്മളിത് നൈസായിട്ട് നൈസ് പത്തിരി പോലെ എന്തായാലും അയാൾ ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരും. ഇത് ആർക്കാണ് ആദ്യം ടേസ്റ്റ്? ബീന ചേച്ചി, തീർച്ചയായിട്ടും ബീന ചേച്ചി. ആ അവസരം ബീന ചേച്ചി. ഏറ്റവും തലമൂത്തത് ഞാനല്ലേ? അത് നിനക്ക് ചേച്ചി കഴിക്ക. ചേച്ചി ഇല്ല, ചേച്ചി നല്ലായിരുന്നു. ഇയാൾ കൊളാക്കിയുണ്ട്. ചേച്ചി ഇങ്ങനെ സൂക്ഷിച്ചു വേണം. പ്രാർത്ഥിക്ക്. എന്റെ ശിവനെ കളഞ്ഞു. തുപ്പിക്കളഞ്ഞു. ഒന്നും പറയാനില്ല. മിണ്ടുന്നില്ല. ശബ്ദം പോയി. ബീന ചേച്ചി ശബ്ദം പോയി. കണ്ട കാര്യം ഷേപ്പില്ലെങ്കിലും സംഭവം കൊള്ളാം. മണം അങ്ങനെ ഈ മുട്ട എന്ന് പറയുന്നത് കോഴി ഇടുന്നതാണ്. ഓക്കെ, ചേട്ടാ കോഴിയാണ് മുട്ടയാണ് ആദ്യം ഉണ്ടായത്? മുട്ട. ഞാൻ മുട്ട വെച്ചു. വെയിറ്റ് തൊട്ടു പോരുത്. എല്ലാരും സംസാരിക്കല്ലേ? എന്റെ മുട്ട ഈ സമയത്ത് സംസാരിക്കാൻ പാടില്ല.
ആരെ ഇളക്കിയത്? നമ്മുടെ മെയിൻ ഇളക്കക്കാരൻ ഞാൻ കഴിച്ചോട്ടെ എന്റെ ഞാൻ മുട്ടയ്ക്ക്. കഴിച്ചു. ഇളക്കിയത് വിട്, ആരും മറിച്ചെന്ന് ചോദിക്കും. മറച്ചത് ഞാൻ തന്നെ. എന്റെ മുട്ടയാണ് ഞാൻ കഴിക്കാൻ പോണേ. പക്ഷേ ഇത് ആരും കഴിക്കാനുണ്ടോ ഇനി? ഞാണ്ട് ഞാണ്ട്. പോടാ. 2 പ്രാവശ്യം കഴിച്ചു അവൻ. അപ്പൊ നിങ്ങളും ഇതുപോലെ വീട്ടിൽ പോയി പരീക്ഷിക്കൂ. നല്ല എന്തായാലും സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് അപ്സരയുടെ ഈ അറ്റംപ്റ്റിന്. Thank you. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ എന്തായാലും നമുക്ക് യാത്ര പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. മെൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 Powered by അമൃതവേണി KSFE and നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. അപ്പോ കളിയും ചിരിയും തമാശകളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും Crockery partner Minolta, AC and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.